ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വടക്കുപുറത്ത് പാട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങ് കാണാൻ പോവുകയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചടങ്ങ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. ഭയങ്കര സന്തോഷം സമാധാനമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത്. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വൈക്കം ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോടൊപ്പമാണ് പ്രതിഷ്ഠ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വൈക്കത്ത് ക്ഷേത്രത്തിൽ വന്നു. ഇവിടെ നടക്കുന്ന ചടങ്ങ് വടക്കുപുറത്ത് പാട്ട്, ഞാൻ പറഞ്ഞു വടക്കുപുറത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ട് 12 വർഷത്തിലിരിക്കും നടക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം. അല്ലെങ്കിൽ തന്നെ വൈക്കം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അത് നമുക്കറിയാം, ഏതൊരു ആരാധനാലയത്തിൽ പോയാലും നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആവും. നമ്മൾ ഭയങ്കര ക്വയറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് എപ്പോഴും നമ്മൾ വൈക്കം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ പോകാറ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് നിൽക്കാൻ വയ്യാത്ത അത്ര തിരക്കാണ്. പക്ഷേ ഈ തിരക്കൊന്നും നമ്മൾക്കൊരു എന്താ പറയുക, അയ്യോ ആകെ ദേഷ്യം അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുകയാണ്. തിരക്ക് പോലും നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അത്ര ഭംഗിയായുള്ള തിരക്കും ശബ്ദങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നൊരു ഇടമായിട്ട് തോന്നി എനിക്കിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ ഈ ഒരു ചടങ്ങ് 12 വർഷത്തിലൊരിക്കലാണല്ലോ നടക്കുന്നത്, അപ്പോൾ ഒന്ന് കാണണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയണം എന്ന് തോന്നി. അങ്ങനെ ചോദിച്ച് അറിഞ്ഞൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന്, നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും, പക്ഷെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഐതിഹ്യം പറയുന്നത്, പണ്ട് കാലത്ത് വൈക്കം ദേശത്ത്, അതായത് തെക്ക് ഭാഗത്താണ് വൈക്കം ദേശം, അവിടെ വസൂരി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതികഠിനമായ വസൂരി വന്നിട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയത്രേ. വൈദ്യന്മാർക്കൊന്നും ചെയ്യാൻ, അവരൊക്കെ നിസ്സഹായരായി പോയി. ഒരു മരുന്നുകളും ഏൽക്കണില്ല. ജനങ്ങളിങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. അപ്പോൾ വടക്കുംകൂർ രാജാവ് അതിൻ്റെ കാരണം അന്വേഷിച്ച് രാജാവ് ഇങ്ങനെ ഒരുപാട് വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ടൊന്നും പരിഹാരമില്ല. അപ്പോൾ രാജാവ് അവസാനം ഒരു ജ്യോത്സ്യരെ പോയി കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യോത്സ്യർ ഇങ്ങനെ ജ്യോത്സ്യത്തിലൂടെ പറഞ്ഞ കാര്യം ചൊവ്വയെ പ്രീതിപ്പെടുത്തണം എന്നാണ്. ചൊവ്വാപ്രീതി എന്ന് പറയുന്നത് ഭദ്രകാളി പ്രീതിയാണ്. അപ്പോൾ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. അങ്ങനെ ഭദ്രകാളി ഭജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനുശേഷം 41 ദിവസം, അതായത് ഒരു മണ്ഡലകാലം അവിടെ വ്രതമിരിക്കാൻ പറഞ്ഞു. ഭജന ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ജ്യോത്സ്യർ പറഞ്ഞു അത്രേ. അങ്ങനെ വൈക്കത്തുനിന്ന് വടക്കുംകൂർ രാജാവ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ച് എൻ്റെ പ്രജകളെ രക്ഷിക്കണം, എൻ്റെ നാട് രക്ഷിക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. അതിനുശേഷം 41 ദിവസം, ഒരു മണ്ഡലകാലം വ്രതം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭജന ഇരിക്കാനായിട്ട് 41 ദിവസം ഇരുന്നു. അങ്ങനെ എല്ലാ ദിവസവും നാമവും ഭജനയൊക്കെ ആയിട്ട് ഭഗവതിയെ തൊഴുതിങ്ങനെ ഇരുന്നപ്പോൾ 41ാമത്തെ ദിവസം രാത്രി രാജാവ് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്ന ദർശനം കിട്ടിയെന്ന്. ദേവിയാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ദേവി രാജാവിനോട് പറഞ്ഞു, നീ വന്നത് എനിക്കറിയാം, നിൻ്റെ പ്രജകൾക്ക് വേണ്ടിയാണ്, നിൻ്റെ നാട് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള പോംവഴി ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്താൽ നിൻ്റെ നാട് രക്ഷപ്പെടും എന്ന് പറഞ്ഞു എന്ന്. എന്നിട്ട് ദേവി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: 12 വർഷത്തിലൊരിക്കൽ നീ എനിക്ക് വേണ്ടി 12 ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും നടത്തണം. അതിനുശേഷം ഒരു ഗുരുതി തന്ന് എന്നെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന്. അതായത് 12 വർഷം കൂടുമ്പോൾ നീ ഇത് ചെയ്താൽ മതി, 12 ദിവസം നടത്തണം ഇതെന്നാണ് പറഞ്ഞത്. അതും കൊടുങ്ങല്ലൂരിലെ മീനഭരണി കഴിഞ്ഞിട്ട് വരുന്ന ദിവസം ഇത് തുടങ്ങുക. അങ്ങനെ 12 ദിവസം അടുപ്പിച്ചത് നടത്തുക. അപ്പോൾ അതിന് കളമെഴുത്തും പാട്ടും തന്നെ എന്നെ തൃപ്തിപ്പെടുത്തിയാൽ നിൻ്റെ പ്രജകളെ ഞാൻ രക്ഷിക്കാമെന്ന് ദേവി പറഞ്ഞു എന്ന്. അങ്ങനെ ഇത് കേട്ട് രാജാവ് എന്നിട്ട് ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, നിൻ്റെ തലയ്ക്കൽ ഞാനൊരു വാള് നിക്ഷേപിക്കുന്നുണ്ട്, ഈ വാള് നീ ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വപ്നം കഴിഞ്ഞ് രാജാവ് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ തൻ്റെ തലയ്ക്കൽ ഒരു വാളിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ രാജാവിന് പൂർണ്ണ ബോധ്യമായി, ഇത് ദേവി തന്നെ വന്ന് തന്നോട് പറഞ്ഞൊരു കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം തിരിച്ച് ദേവിയെ തൊഴുത് അവിടെ നിന്ന് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മീനഭരണി കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ ദേവി പറഞ്ഞതുപോലെ 12 ദിവസം കളമെഴുത്തും പാട്ടും കൊടുത്തു. 12ാമത്തെ ദിവസം ഗുരുതിയോടുകൂടി ദേവിയെ പ്രീതിപ്പെടുത്തി.
അതിനുശേഷം അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഒരു വസൂരി രോഗം ആ രാജ്യത്തു നിന്ന്, ആ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ആ ദേശത്തു നിന്ന് തന്നെ വസൂരി രോഗം തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവ് തൻ്റെ പ്രജകളെ രക്ഷിച്ചു. ആ ഒരു നശിച്ചു പോകുന്ന സന്ദർഭത്തിൽ നിന്നും തൻ്റെ പ്രജകൾക്ക് നാഥനായ രാജാവ് പ്രജകളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐതിഹ്യമാണ് പിന്നെ എല്ലാ 12 വർഷത്തിലൊരിക്കലും ഇങ്ങനെ തുടർന്നു പോരുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് 12 ദിവസം കളമെഴുത്തും പാട്ടും നടക്കും. 12ാമത്തെ ദിവസം ഗുരുതി കൊടുത്ത് അത് ആ ഒരു ചടങ്ങ് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണിക്കൂറുകളോളം നീണ്ട കളമെഴുത്തും പാട്ടുമാണ് വടക്കുപുറത്ത് പാട്ടിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. ഇതിലെ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന പഞ്ചവർണ്ണ പൊടികൾ കൊണ്ടിട്ടാണ് ഈ കളം വരയ്ക്കുന്നത്. കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെ ആട്ടോ. വളരെ വലിയൊരു സ്ഥലത്ത് ദേവി അങ്ങോട്ട് വരയ്ക്കുകയാണ്. അത്ര ഭംഗിയിലാണ്. ഇതൊന്നും നാച്ചുറൽ ആയിട്ടുള്ള അല്ലാത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. കെമിക്കൽസ് ഒന്നുമില്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കളറുകൾ. അങ്ങനെ ഈ ചടങ്ങിൽ ആദ്യത്തെ 4 ദിവസം ദേവിക്ക് 8 കൈകളായിരിക്കും ഉണ്ടാവുക. ഭഗവതിയെ വരയ്ക്കുകയാണ് ഈ പൊടി വെച്ച് കളർ വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ 4 ദിവസം 8 കൈയോടുകൂടിയ ദേവിയും 5ാമത്തെ ദിവസം തുടങ്ങി 8ാമത്തെ ദിവസം വരെ 16 കൈയോടുകൂടിയ ദേവിയുമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി 9 തുടങ്ങി 11ാമത്തെ ദിവസം വരെ ദേവിക്ക് 32 കൈകൾ വരയ്ക്കും. 12ാമത്തെ ദിവസം, ഇതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസം. 12ാമത്തെ ദിവസമാണ്. ഈ ദിവസം ദേവിക്ക് 64 കൈയോടുകൂടി ആയുധമേന്തിയ ഭഗവതിയുടെ വിശ്വരൂപമാണ് അന്ന് അവിടെ വരയ്ക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ചടങ്ങാട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഇത്രയും കൈകളൊന്നുമില്ല, പക്ഷേ എന്താ ഭംഗി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് മാറാൻ തോന്നില്ല, അത്ര ഭംഗിയാണ് ആ വരച്ചിട്ട്. അതെങ്ങനെ പറ്റുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, അത്ര ഭംഗിയിൽ അത് വരച്ചിങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വടക്കുപുറത്ത് പാട്ട് ജസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വെറുതെ ഒന്ന് കാണണം, ഇത്ര വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചടങ്ങല്ലേ, അപ്പോൾ ഒന്ന് കാണണം എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് നമുക്ക് കിട്ടുക. ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു മഴ ബുദ്ധിമുട്ടാവോ, എങ്ങനെ നടക്കും എന്നൊക്കെ ഓർത്ത്. പക്ഷേ മഴ, ഒരു ചാറ്റൽ മഴ മാത്രമാണ് ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ചാറ്റൽ മഴ ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്തിയില്ല. പിന്നെ എന്താ പറയുക, നല്ല ഭംഗിയിൽ ഇളം കാറ്റെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു കാറ്റ്, ചൂടില്ലാത്തൊരു അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റിങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും മനസ്സിന് തിക്കും തിരക്കുമാണ് എല്ലായിടത്തും. പക്ഷേ നമ്മൾ ആ തിക്കും തിരക്കൊക്കെ ഒന്നും അലട്ടുന്നില്ല. നമ്മൾ ഭയങ്കര കൂളാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ അതൊപ്പം ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനെ ശീവേലിക്ക് പുറത്തേക്ക് ഇറക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ വളരെ അടുത്ത് നിന്ന് ഭഗവാൻ എൻ്റെ തിടമ്പേറ്റി കൊമ്പൻ നടന്നു പോകുന്നത്, അതിന് പുറകെ ആളുകൾ ഭക്തിയോടുകൂടി ഒപ്പം നടന്നു പോകുന്നു. ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ കണ്ണെടുക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ വരുന്നത്. ഒപ്പം ദേവി, ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ കൂടെ കൊടുങ്ങല്ലൂരമ്മയും ഉണ്ട്. കൊടുങ്ങല്ലൂരമ്മയുടെ ജനമ്പും ഏറ്റുന്നുണ്ട്. അപ്പോൾ 2 ആനപ്പുറത്ത് 2 പേരും, ദേവിയും ദേവനും ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണ് നിറയുന്ന കാഴ്ചയാണ്, മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചയാണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച, മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ച എന്നൊക്കെ, അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ പഞ്ചാരിമേളം കൊട്ടി തിമിർക്കുകയാണ് കൊട്ടുന്നവരൊക്കെ, അത്ര രസമായിട്ട് കൊട്ടുകയാണ്. നമുക്ക് ഇത് കൊട്ടുന്നൊരു ഡിസ്റ്റർബൻസേ അല്ല. കുറേ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കൊട്ടൊക്കെ ഡിസ്റ്റർബൻസ് വരും. എനിക്കങ്ങനെയാട്ടോ. പക്ഷേ ഇതൊന്നും അങ്ങനെ എനിക്കൊരു അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നാൻ പറ്റിയില്ല. അത്ര ഭംഗിയിൽ ആസ്വദിച്ച് നിന്നു എന്ന് പറയാം. മഴ ശല്യപ്പെടുത്തിയില്ല, കാറ്റ് ശല്യപ്പെടുത്തിയില്ല, കൊട്ട് മേള ഒന്നും ശല്യപ്പെടുത്തിയില്ല. വളരെ സന്തോഷമായിട്ട് തൊഴുതു പോന്നു. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയും ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.